ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾ ഈ കാണുന്ന സാധനം ഞാൻ അൺബോക്സ് ചെയ്യും. പിന്നെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഗീവ് അവേൻ്റെ റിസൾട്ട് അത് ഞാൻ ഇന്ന് പറയും. പിന്നെ ഒരു ചെറിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഹോസ്റ്റലിൽ പോവാണ്. സോ അതിനു മുമ്പുള്ള ലാസ്റ്റത്തെ അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. പിന്നെ ഒന്നാമത് ഞാൻ എന്നും വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇനി ഹോസ്റ്റലിലും കൂടി പോയി കഴിഞ്ഞാൽ വീഡിയോസിൻ്റെ കഥയൊക്കെ കണക്കായിരിക്കും. ഓക്കെ, സോ ഈ ഒരു സെറ്റ് ഞാൻ വാങ്ങിയത് ഇവിടുത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നായിരുന്നു. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു 550 എന്തോ ആയിരുന്നു. ഈ ഒരു പേപ്പർ കട്ടർ കണ്ടോ, ഇത് ഞാൻ ഈ സെറ്റിൽ നോട്ടിട്ടൊരു സാധനമാണ്. കാരണം ഇങ്ങനത്തെ ഒരു പേപ്പർ കട്ടർ എൻ്റെ കയ്യിലില്ല. പിന്നെ അതൊന്ന് ഫോക്കസ് ചെയ്യാനുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വലിയ വലിയ കാര്യങ്ങളിലേക്ക് കാണാം. യെസ്, സ്റ്റിക്കേഴ്സ്. ഈ ഒരു സെറ്റിൽ 10 ഷീറ്റ്സ് ഓഫ് സ്റ്റിക്കേഴ്സ് ആണ് ഉള്ളത്. ഈ സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട സ്റ്റിക്കേഴ്സാണ്. അതുകൊണ്ടായിരിക്കും ആ പേപ്പർ കട്ടർ അതിൽ വെച്ചത്. സ്റ്റിക്കേഴ്സ് ഒന്നും റിപ്പീറ്റിംഗ് അല്ല ഗൈസ്, എല്ലാം ഡിഫറെൻറ്റ് സ്റ്റിക്കേഴ്സ്. പിന്നെ ഇതൊക്കെ പെറ്റ് സ്റ്റിക്കേഴ്സാണ്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കറാണ്, നമ്മൾ നോർമൽ പേപ്പറിൻ്റെ സ്റ്റിക്കർ അല്ല. അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് ആവും എന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ ടോട്ടൽ 10 ഷീറ്റ്സ് സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഇതിലുള്ളത്. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ ഈ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ എത്രത്തോളം പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ വ്ളോഗിങ്ങിലും ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല. എന്നാലും കഷ്ടപ്പെട്ട് ഞാൻ 1K സബ്സ്ക്രൈബേഴ്സ് ആക്കിയ ഈ ഒരു ചാനൽ വെറുതെ വിട്ട് കളയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് വാഷി ടേപ്സ് കാണാം. 4 ഡിഫറെൻറ്റ് സൈസുള്ള 8 വാഷി ടേപ്സ് ആണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. പിന്നെ ഈ ഒരു സെറ്റ് യൂണിക്കോൺ തീമാണ്, അതുകൊണ്ട് കംപ്ലീറ്റ് യൂണിക്കോൺ മയ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ വാഷി ടേപ്സ് ആണ് ഇതിലുള്ളത്. ഇനി ഇതിൽ ലാസ്റ്റ് ആയിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് മെമോ പാഡ്. അതിൻ്റെ തീമിനെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതും ഒരു യൂണിക്കോൺ തീമാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് 550 റുപ്പീസിൻ്റെ ഈ ഒരു സെറ്റിൽ വരുന്നത്. പിന്നെ ഈ ഒരു റേറ്റിന് ഇതിനേക്കാളും സാധനങ്ങളുള്ള സെറ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെ കണ്ടാലും എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിക്കും. പിന്നെ ആകെ 2 പീസേ ഇത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കണമെന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നമ്മളുടെ ഗീവ് അവേ റിസൾട്ടിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് വെൽവെറ്റ് വൗസ് എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ. ഈ ഒരു കുട്ടി നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതായത് 100+ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത ക്രാഫ്റ്റ് ഒക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള സ്റ്റിക്കർ ബുക്ക് എന്തുകൊണ്ടും ഇയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മുടെ സെക്കൻഡ് പ്രൈസ് ആയിട്ടുള്ള സ്പൈറൽ ജേർണൽ കിട്ടിയത് നെസ്റിൻ എന്ന് പറഞ്ഞൊരു കുട്ടിക്കാണ്. ഇയാളും 100+ കമൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പേസ്റ്റൽ പാലറ്റിൻ്റെ ജേർണൽ കിട്ടിയത് ആരാധ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുട്ടിക്കാണ്. ഈ കുട്ടി 57 കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ഫോർത്ത് പ്രൈസ് ആയിട്ടുള്ള പേർപ്പിൾ ജേർണൽ കിട്ടിയത് ക്രിയേറ്റീവ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിനാണ്. 46 കമൻറ്റ് ആണ് ഈ കുട്ടി ഇട്ടിട്ടുള്ളത്. ഇനി വെറും ഒരു കമൻറ്റിൻ്റെ ഡിഫറൻസിലാണ് 5th പ്രൈസ് ആയിട്ടുള്ള ഹൈലൈറ്റ് ദിൽന എന്ന് പറഞ്ഞ കുട്ടിക്ക് കിട്ടിയത്. വിന്നേഴ്സിന് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഗിഫ്റ്റ് കിട്ടാത്തവരാരും വിഷമിക്കണ്ട, ഇനി നമ്മൾ ഗീവ് അവേസ് ഒക്കെ ചെയ്യും. അപ്പോൾ വിന്നേഴ്സ് എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി. അക്കൗണ്ട് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. സോ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ആൻഡ് ബൈ ഗൈസ്.